ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിൻ്റെ പുതിയ എപ്പിസോഡിൽ ഡോക്ടർ വന്നിട്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് പറയണേ. ഇനി നിങ്ങൾക്ക് നാട്ടിൽ പോയിട്ട് അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണിക്കാമെന്ന് പറയും. അപ്പോൾ വിക്രം ചോദിക്കും, ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യോ? ഇന്നില്ല, നാളെ ഒരു ടെസ്റ്റ് റിസൾട്ട് കൂടെ വരാനുണ്ട്, അതിനുശേഷം നാളെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറയും. അപ്പോൾ കമൽ വയ്ക്കും, മാഷിന് എന്തെങ്കിലും കഴിക്കാനോ ലൈറ്റായിട്ട് എന്തെങ്കിലും മതി. പിന്നെ ഇവിടെ എത്ര ആൾക്കാർ നിൽക്കണ്ടെന്ന് പറയുമ്പോൾ വിശ്വം അറിയണ തമിഴിൽ പറയും, ഞങ്ങൾ ഒരാളെ നിൽക്കുള്ളൂന്ന്. മുഴുവിപ്പിക്കാൻ പറ്റുന്നില്ല, ഡോക്ടർക്ക് മനസ്സിലാവും. ഡോക്ടർ ശരിയെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും. അമ്മ പറയും, നിങ്ങളെല്ലാവരും പോയിക്കോ, ഞാൻ എവിടെയെങ്കിലും റൂം എടുത്തോ, ഞാനിവിടെ നിൽക്കാം. വിനായകൻ പറയും, അത് വേണ്ട, അമ്മ നിൽക്കണ്ട. അപ്പൊ കമല പറയും, സാരമില്ല വിനായക. വിനായകൻ പറയും, അമ്മയ്ക്ക് അല്ലെങ്കിലേ വയ്യാത്തതാ, ഇവിടെ കിടക്കാൻ ബുദ്ധിമുട്ടാകും. കമല പറയും, ഒരു ദിവസം അച്ഛന് കൂട്ടിരിക്കാനോ എനിക്കോ? വിക്രം പറയും, അല്ലമ്മേ, വിനായകൻ ചേട്ടൻ പറഞ്ഞതിലും കാര്യമുണ്ട്, ഇവിടെ ആണുങ്ങൾ ആരെങ്കിലും നിന്നോളാം. അപ്പോ വിനായകൻ പറയും, ഞാൻ തന്നെ നിന്നോളാം. വൈകിട്ട് കഞ്ഞി കൊണ്ടുവരുമ്പോ മാറാനുള്ള ഡ്രസ്സ് കൊണ്ടുവന്നാൽ മതി. നാളെ രാവിലെ നിങ്ങൾ വരുമ്പോഴേക്കും ഡിസ്ചാർജ് വാങ്ങിച്ച് ഞങ്ങൾ റെഡി ആയിരിക്കാം. നന്ദിനി ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോ ശ്രീ പറയും, എന്തായാലും അച്ഛനൊന്ന് കണ്ടിട്ട് പോകാം. വിഷ്ണു ചോദിക്കും, എല്ലാരും കൂടെ കടത്തി വിടുവോ? വേദ പറയും, അത് കുഴപ്പമില്ല, നമുക്ക് പറഞ്ഞു നോക്കാം, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് അവിടെ പോയി ചോദിക്കും. എന്നിട്ട് വേദ വന്നിട്ട് പറയും, പെട്ടെന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അച്ഛനെ പോയി കാണാം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ റൂമിലേക്ക് പോവാം. അങ്ങനെ എല്ലാവരും റൂമിലേക്ക് വന്ന് വേദ അടുത്തിരിക്കും. കുഴപ്പമൊന്നുമില്ല. കമല പറയും, നാളെ പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. മാഷ് പറയും, കുഴപ്പമൊന്നുമില്ലെന്ന് എനിക്കറിയാം. പെട്ടെന്നൊന്ന് എക്സൈറ്റഡ് ആയപ്പോ മനസ്സിനോടൊപ്പം പിടിച്ചു നിൽക്കാൻ ശരീരത്തിന് പറ്റിയില്ല, അത്രേ ഉള്ളൂ, വേറെ അസുഖമൊന്നുമില്ലെന്ന് എനിക്കറിയാം. വിഷം പറയും, അതെ, ഒന്നല്ലെങ്കിലും പറമ്പില് നന്നായി അധ്വാനിക്കുന്നതല്ലേ, ഞങ്ങളെക്കാളും ആരോഗ്യം കാണും അച്ഛനെ. അപ്പൊ നാളെ വൈകിട്ട് നമ്മള് വീടെത്തുമല്ലേ എന്ന് മാഷ് ചോദിക്കുമ്പോ കമല പറയും, അതെ മാഷെ. മാഷ് പറയും, അവിടെ ചെന്നാ എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാവണം, എനിക്ക് എല്ലാവരോടുമായിട്ട് ചിലത് സംസാരിക്കാനുണ്ട്. വിക്രം എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു, അതെനിക്ക് നിങ്ങൾ എല്ലാവരോടുമായിട്ട് പങ്കുവെക്കണം. വിനായകന് ആകെ ഒരു ടെൻഷനുണ്ട്. അങ്ങനെ മാഷ് പറയും, അതിന് ഏറ്റവും നല്ലത് നമ്മുടെ വീട് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട് എനിക്ക് ചില സംശയങ്ങളുണ്ട്, അതും എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കണം. വിനായകൻ ഒന്നുകൂടെ പേടിയാവും. നന്ദിനി വിനായകൻ ഇങ്ങനെ നോക്കിയിട്ട് എന്താന്ന് ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കണേ. അങ്ങനെ മാഷ് പറയും, എന്തായാലും വൈകിക്കണ്ട, നിങ്ങൾ പൊക്കോ, ഇവിടം വരെ വന്നതല്ലേ, കാണാനുള്ളത് എല്ലാവരും കൂടെ പോയി കണ്ടോളൂ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ അമ്മ പറയും, ഇവര് പോയിക്കോട്ടെ, ഞാൻ ഇവിടെ നിൽക്കാം. മാഷ് പറയും, വേണ്ട കമല, ഇവിടെ സൗകര്യമൊന്നുമില്ല, നീ പോയി റെസ്റ്റ് ചെയ്യേ, ഞാൻ നാളെ അങ്ങ് വരില്ലേ. പിന്നെന്താ? അപ്പൊ വിനായകൻ പറയും, ഞാൻ നിക്കാന്ന് പറഞ്ഞതാച്ചാ, അമ്മ വെറുതെ വാശി പിടിക്കുന്നതാ. മാഷ് പറയും, ആരെങ്കിലും ഒരാള് പേരിന് മതി, ഇല്ലെങ്കിലും പ്രശ്നമില്ല. അപ്പൊ കമല പറയും, അത് വേണ്ട, വിനായകൻ നിൽക്കും. വിക്രം പറയും, എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി, ഞാൻ എത്തിക്കോളാം. മാഷ് പറയും, ഒന്നുമില്ലടാ, നീ ചെന്ന് ഇവർക്ക് സ്ഥലങ്ങളെല്ലാം കാണിച്ചു കൊടുക്ക്, ഞാനിവിടെ കിടക്കുന്നോണ്ട് ആ സന്തോഷം ഇല്ലാണ്ടാവണ്ട, ചെല്ലേ. ശരി മോളെ, ടാറ്റ എന്ന് അപ്പം മോൾക്കൊരു ടാറ്റയും കൊടുക്കും. പോയിട്ട് വരാം മാഷേ എന്ന് പറഞ്ഞ് എല്ലാവരും പോവാണേ. അങ്ങനെ അവരെല്ലാവരും റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഇങ്ങനെ പോകുന്ന സമയത്ത് നന്ദിനി ബാക്കോട്ട് നിൽക്കണേ. എന്നിട്ട് വിനായകനെ പിടിച്ചു നിർത്തിയിട്ട് പറയും, അതെ, അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ, നാളെ വീട്ടിൽ ചെന്നിട്ട് എന്തോ സംസാരിക്കാനുണ്ടെന്ന്. അത് വിക്രം അച്ഛനോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആയിരിക്കും. അതെന്താണെന്ന് വല്ല പിടിയുണ്ടോ? ഈ സമയത്ത് അവിടെ നിന്ന് കമല ഇത് കാണും. നന്ദിനി എന്ന് വിളിക്കുമ്പോ, അമ്മ നടന്നോ, ഞാനൊരു കാര്യം പറഞ്ഞിട്ട് വരാം. അപ്പൊ കമല, ശരി വിനായക എന്ന് പറഞ്ഞ അവിടെ നിന്ന് പോകും. വിനായകനോട് ചോദിക്കും, എന്താ പറഞ്ഞെന്ന് അവൻ പറഞ്ഞോ? വിനായകൻ പറയും, ഇല്ല, പറയേണ്ടത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു. നന്ദിനി പറയും, അപ്പൊ അതിനർത്ഥം പറയാൻ ബാക്കി വെച്ചത് എപ്പോ വേണമെങ്കിലും അവൻ പറയുന്നത് അല്ലേ? ആ വേദ വിക്രമിനെ കൊണ്ട് ശരിക്ക് കളിപ്പിക്കുന്നതാ. അവള് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് പോലെ ആയിരിക്കും അവൻ അച്ഛനോട് പറഞ്ഞത്. നാളെ വൈകിട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ചും അച്ഛൻ ഇത് പറയും, നിങ്ങൾ നാറിപ്പോവും വിനയേട്ടാ, ഉറപ്പ്. വിനായകൻ ഒന്നുകൂടെ പേടിക്കും, ഡീ ഞാനിപ്പോ എന്ത് വേണമെന്നാ? നന്ദിനി പറയും, വിക്രമിനെ വേദ പറയുന്ന പോലെ ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന പോലെ ചെയ്തൂടെ? വിനായകൻ പറയും, നീ കാര്യം പറ. അങ്ങനെ നന്ദിനി പറയും, സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾ അച്ഛനോട് പറയണം. വിനായകൻ പേടിക്കും, അത് പറയണം, കരഞ്ഞ് കാല് പിടിച്ചിട്ടാണെങ്കിലും അത് വീട്ടിൽ ആരും ഇനി അറിയില്ലെന്ന് നിങ്ങൾ അച്ഛന്റെ കയ്യിൽ നിന്ന് ഉറപ്പ് വാങ്ങിക്കണം. മാത്രമല്ല വേദയും വിക്രവും ഇതിനി ആരോടും പറയില്ലെന്നോ അച്ഛനെ കൊണ്ട് ഉറപ്പ് വാങ്ങിക്കണം. വിനായകൻ ചോദിക്കും, എടേ, അതിന് അച്ഛനത് ചെയ്യോ? നന്ദിനി പറയും, നിങ്ങൾ അങ്ങനെ ചെയ്യിപ്പിക്കണം, അതിന് ഏതടവും നിങ്ങൾ പഴറ്റിയേക്കണം. ആറ്റുനൂറ്റൊരു കുഞ്ഞിക്കാൽ കാണാൻ പോവണച്ചാ അവന്റെ മുന്നില് എന്നെ കുറ്റവാളിയാക്കരുതെന്നങ്ങ് തട്ടിവിട്ടേക്കണം. ഇത് കേൾക്കുമ്പോ വിനായകൻ ഞെട്ടും. കുഞ്ഞിക്കാലോ, അതിന് നീ? നന്ദിനി പറയും, എനിക്കുണ്ടായിട്ടൊന്നുമല്ല, പക്ഷേ അച്ഛന്റെ ഇമോഷനെ പിടിക്കാൻ അങ്ങനെ വേണമെങ്കിലും തട്ടിവിട്ടേക്ക്. വിനായകൻ ചോദിക്കും, എന്നിട്ട്? നന്ദിനി പറയും, 1-2 മാസം കഴിയുമ്പോ അതങ്ങ് പോയെന്ന് പറഞ്ഞാ പോരെ. എന്റെ ഈശ്വര, നീ ഇത്രയ്ക്ക് കടുത്ത രീതിയിലൊക്കെ ചിന്തിക്കും നന്ദിനി. നന്ദിനി പറയതേ, ഒരുമാതിരി വർത്തമാനം പറയരുതേ, സ്വന്തം അനുജനെ 7-8 വർഷം ജയിലിൽ കിടത്തിയിട്ട് ജീവിതം നശിപ്പിച്ച ആളാ നിങ്ങള്. ഇല്ലാത്ത കുഞ്ഞു പോയെന്ന് പറയുന്നത് അതില് വലിയ കടുപ്പൊന്നുമല്ല. വിനായകൻ തല താഴ്ത്തി നിന്നു പോവാ. പിന്നെ ഈ വിഷയം പുറത്തു വരാതെ ഒതുക്കാൻ അച്ഛനെ കൊണ്ട് സമ്മതിപ്പിച്ചാൽ ആ വീട്ടില് സ്വസ്ഥമായിട്ട് കുറച്ചു കാലം കൂടെ കഴിയാം. അറിയാലോ, ഇല്ലെങ്കിലേ അമ്മയ്ക്ക് ഇളയ മകനോട് ഒരു പക്ഷാപാതം കൂടുതലാണ്. ഇനി ഇതും കൂടെ അറിഞ്ഞ ആ നിമിഷം വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. സ്വന്തമായി വീട് വെച്ച് പോകാനായിട്ടില്ലല്ലോ നിങ്ങള്. എന്നാ ഞാൻ പറയുന്ന പോലെ ചെയ്യാൻ നോക്ക്. ചെല്ല്. കേട്ടല്ലോ
എന്ന് പറഞ്ഞ് നന്ദിനി അവിടുന്ന് പോവാണേ. ഈ സമയത്ത് ആരോ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു സൈഡ് വ്യൂ ആണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ വിനായകൻ അതേക്കുറിച്ചൊക്കെ ആലോചിച്ച് അച്ഛൻ്റെ റൂമിലേക്ക് കയറുക. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം ബാക്കി എല്ലാവരെയും കൂട്ടി റൂം എടുക്കാൻ ചെന്നിരിക്കുകയാണേ. വിക്രം ഇപ്പൊ വരാന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകും. എല്ലാരും വണ്ടിയിലിരിക്കുക. വേദയ്ക്കും വിനായകൻ ചേട്ടനെ മാറ്റി നിർത്തി നന്ദിനിയെടുത്തി വലിയ ഉപദേശമായിരുന്നല്ലോ. നന്ദിനിക്കും ഉപദേശോ? ആ അതെ, ഒരുപാട് സംസാരിക്കുന്നുണ്ടോ, അതുകൊണ്ട് ചോദിച്ചതാ. നന്ദിനി പറയും, ഹോ ഈ വേദം എന്തൊക്കെയാ ശ്രദ്ധിക്കുന്നത്. പോയി പോയി എനിക്ക് വിനയേട്ടനോട് ഒറ്റയ്ക്ക് 4 വാക്ക് സംസാരിക്കാൻ പറ്റാതാവോ? നല്ല കാര്യായി. അപ്പൊ വേദ പറയും, അയ്യോ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. എങ്കിലും അത് അത്രയ്ക്ക് നല്ല ചോദ്യം ആയിരുന്നില്ല. അപ്പോ ശ്രീജ പറയും, വിട്ടുകള നന്ദിനി, ഇതിനൊരു ചർച്ചയാക്കട്ട. അപ്പോഴേക്കും വിക്രം റൂബൊക്കെ നോക്കി എല്ലാം റെഡിയാക്കി വരണേ. എല്ലാരും ഇറങ്ങിക്കോ. അപ്പോ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വരും. വിഷേട്ടാ 3 ഡബിൾ റൂം എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിക്രം ബാഗ് എടുക്കാൻ പോവാ. നന്ദിനി പറയും, ഒന്നിലെ ശ്രീചേർത്തിയും വിഷേട്ടനും കിടന്നോ? ഒന്നില് ഞാനും വേദയും കൂടെ കിടക്കാം. പിന്നെ ഒന്നില് അമ്മയും വിക്രവും കിടന്നോ? അമ്മയ്ക്കും അതെന്താ വിക്രവും വേദയും ഒരു റൂമിൽ കിടന്നാ പറ്റില്ലേ? എനിക്കും നിനക്കും കൂടെ ഒരു മുറി മതി. അപ്പോ നന്ദിനി പറയും, അയ്യോ അതുകൊണ്ടല്ല അമ്മേ, വിക്രം മലയ്ക്ക് പോവല്ലേ. വേദ പറയും, വിക്രത്തെ മാല ഇടിക്കാമെങ്കിലേ വ്രതശുദ്ധിയോടെ 18 പടി ചവിട്ടിക്കാൻ എനിക്കറിയാം നന്ദിനിയെടുത്തി. ആ എങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, അവര് ബാഗ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് നന്ദിനി ആകെ ചമ്മയെ പോലെ നിൽക്കുക. ശ്രീജ വേദയോട് പറയും, ഒത്തില്ല. അങ്ങനെ റൂമും എല്ലാം റെഡിയായി ബാഗൊക്കെ എടുത്ത് പോവാണേ. വിശ്വേട്ടൻ പുറത്തേക്ക് പോകുന്നുണ്ടോ എന്ന് വിക്രം ചോദിക്കുമ്പോൾ വിശ്വം പറയും, ആ മോളെവിടേക്കൊന്ന് കാണിക്കണം. ശ്രീജ പറയും, അമ്മയും വാ. കമലമ്മ പറയും, നിങ്ങൾ പോയിട്ട് വാ, അമ്മ ഇവിടെ ഇരുന്നോളാം. നന്ദിനിയും പറയും, അതെ നിങ്ങൾ ഫാമിലി ആയിട്ട് പോയിട്ട് വാ, ഞാനും അമ്മയും ഇവിടെ ഇരുന്നോളാം. അങ്ങനെ എല്ലാവരും അവരവരുടെ റൂമിലേക്ക് കയറണേ. വിക്രവും വേദയും ഒരു റൂമിലാണേ. വേദ പറയും, റൂമിൽ ചെന്നാലേ നന്ദിനി എടുത്തി വിനായകൻ ചേട്ടൻ ഒരു ഗ്ലാസ് എടുക്കുന്നത് കണ്ടു. വിക്രം പറയും, ഞാനും കണ്ടു. വേദ പറയും, എന്തോ പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു. വിക്രം പറയും, എന്തെങ്കിലും ആവട്ടെ, അച്ഛനൊന്നും സംഭവിച്ചില്ലല്ലോ, അത് തന്നെ ഭാഗ്യം. വേദയ്ക്കും, അല്ല ഇന്നെന്താ പരിപാടി, വെറുതെ റൂമിലിരിക്കണോ? വിക്രം ചോദിക്കും, എന്താ വേണ്ടേ? വേദ പറയും, നമുക്കൊന്ന് പുറത്തു പോയാലോ, ഇവിടം വരെ വന്നതല്ലേ. വിക്രം പറയും, പോവാം. എന്തായാലും വിഷേട്ടനും ശ്രീചേട്ടത്തിയൊക്കെ അപ്പുമോളും കൂടെ പുറത്തു പോകുന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് അങ്ങ് ഇറങ്ങാം. വേദ പറയും, അല്ല അവര് ഫാമിലി ആയിട്ട് പോയിട്ട് വരട്ടെ, നമുക്ക് ഒന്നിച്ച് പോയിട്ട് വരാം. വിക്രം ഇങ്ങനെ വേദയെ നോക്കി ചിരിക്കും. അപ്പൊ വേദ പറയും, വൈകുന്നേരം അമ്പലത്തിന്റെ പരിസരമൊക്കെ നല്ല ഭംഗിയായിരിക്കും, അതാ. വിക്രം വേദയെ നോക്കിയിട്ട് പറയും, പോവാം. അത് കേൾക്കുമ്പോൾ വേദയ്ക്കും ഒരുപാട് സന്തോഷമാവും. അങ്ങനെ വിക്രവും വേദയും കൂടെ വൈകുന്നേരം ആകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങാട്ടോ. അങ്ങനെ അതിലൂടെയൊക്കെ നടന്ന് ഒരു ചായയൊക്കെ വാങ്ങിച്ച് കുടിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അവരറിയാതെ അവരുടെ പ്രണയം കണ്ണിലൂടെ ഇങ്ങനെ കാണാൻ പറ്റൂട്ടോ നമുക്ക്. ശേഷം പിന്നീട് അവരവിടുന്ന് ഒരു ഓട്ടോയിൽ കയറി പോവാണേ. ഓട്ടോയിലും അവരടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. വേദ ഇങ്ങനെ പുറത്തുനിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഫോണിലെടുത്ത ഫോട്ടോസിനെ കുറിച്ചൊക്കെ വിക്രമിനിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രണ്ടുപേരും ഒരുപാട് സന്തോഷിക്കാണ്. വേദയുടെ മുഖത്ത് വിക്രമിനോടുള്ള ആ പ്രണയമുണ്ട്. വിക്രമിന്റെ ഉള്ളിലും അവർക്ക് രണ്ടുപേർക്കും അങ്ങ് ഒരുപാട് സമയം നോക്കി നിൽക്കാൻ പറ്റുന്നില്ല. അത്രയും പ്രണയമുണ്ട് രണ്ടുപേരുടെ ഉള്ളില്. അങ്ങനെ ഓട്ടോ ഇറങ്ങിക്കഴിഞ്ഞ് ഇവർ നടക്കുമ്പോൾ വിക്രം വീണ്ടും അച്ഛനെക്കുറിച്ച് സംസാരിക്കാണ്. അച്ഛന് കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല എന്നുള്ളത് തന്നെ വലിയ കാര്യം അല്ലേ വേദ? വേദ പറയും, ഞാനും ആദ്യം വല്ലാതെ അങ്ങ് പേടിച്ചു. അച്ഛൻ വല്ലാണ്ട് ഇമോഷണൽ ആയിപ്പോയി. വേദ പറയും, എത്രയോ കാലത്തെ ഇമോഷണല്ലേ ഉരുകിപ്പോയത്. സത്യം അറിയാതെ ഇത്രയും കാലം വിക്രത്തോട് പെരുമാറിയതോർത്ത് അച്ഛൻ ശയനപ്രദക്ഷിണം ചെയ്തത്. ഒരർത്ഥത്തിൽ ഇത്രയും നാൾ വിക്രത്തിൽ നിന്നും മാറി നടന്നതിനെ ദൈവത്തോട് മാപ്പ് ചോദിക്കുകയായിരുന്നു അച്ഛൻ. വിക്രം പറയും, ഇക്കാലത്ത് ഒരു കാലത്തും അച്ഛനോട് സ്നേഹത്തോടെ സംസാരിക്കുകയും പെരുമാറുമെന്ന് ഞാൻ വിചാരിച്ച പോലും ഇല്ല വേദ. അച്ഛൻ ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റാത്തൊരു ജീവിതമായിട്ട് ഇത് അവസാനം വരെ പോകുന്ന ഞാൻ കരുതിയത്. വേദ പറയും, അതിനെന്തായാലും ഞാൻ സമ്മതിക്കായിരുന്നില്ല. പലപ്പോഴായി പല തവണ നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ഞാൻ അച്ഛനോട് സൂചിപ്പിച്ചിരുന്നു. ഇനി അഥവാ നിങ്ങളും അച്ഛനും തമ്മിൽ ഇന്നുണ്ടായതുപോലെ സംസാരം ഉണ്ടായിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും സംസാരിപ്പിക്കായിരുന്നു. സത്യം മറ്റൊന്നായിരിക്കെ വിക്രം എന്തിനാ ജീവിതകാലം മുഴുവൻ ഇതനുഭവിക്കുന്നത്? അപ്പോ വിക്രം ചോദിക്കും, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? വേദ പറയും, വിക്രം ചോദിക്കും, എന്തിനാ നീ ഇതെല്ലാം ചെയ്യുന്നത്? ഞാൻ നിന്നെ ഒരിക്കലും പരസ്യമായി അംഗീകരിച്ചിട്ടില്ല, സ്നേഹത്തോടെ പെരുമാറിയിട്ടില്ല. ഭാര്യയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ സ്വാതന്ത്ര്യം തന്നിട്ടില്ല. പിന്നെന്തിനാ നീ എനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? വേദ പറയും, നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം തെറ്റാണെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട്. നിങ്ങൾ എന്നെ അംഗീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ എന്നോട് സ്നേഹം ഉണ്ടായിരുന്നില്ലെങ്കിൽ, എങ്ങനെയൊക്കെ പെരുമാറാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങളും ഞാനും ഇത്രയും കാലം ഒരുമിച്ച് ജീവിക്കായിരുന്നില്ല, ശരിയല്ലേ? വിക്രം ചിരിച്ചിട്ട് പറയും, എന്റെ വായടയ്ക്കാനുള്ള ഈ നാവില്ലായിരുന്നെങ്കിൽ പണ്ടേ നമ്മുടെ ബന്ധം അവസാനിപ്പിച്ചേനെ. വേദ പറയും, അങ്ങനെയെങ്കിലും ബന്ധം ഉണ്ടെന്ന് സമ്മതിച്ചല്ലോ. പക്ഷെ നമ്മൾ തമ്മിലുള്ള ഇരിപ്പുവശം ശരിയാവണമെങ്കിലേ നിങ്ങൾ ഇനിയും ഒരുപാട് മാറാനുണ്ട്. മാറിക്കോളും, ഇത്രയൊക്കെ ആയില്ലേ. വിക്രത്തിനെ ഹോസ്പിറ്റലിലേക്ക് പോണ്ടല്ലേ, നമുക്ക് തിരിച്ചു നടന്നാലോ? അപ്പൊ വിക്രം പറയും, ഇന്ന് വിനായകൻ ചേട്ടൻ സംഭവിച്ച കാര്യങ്ങളെല്ലാം അച്ഛനോട് പറയോ? ആരാണ് എനിക്ക് പകരം
അത് അച്ഛനോട് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. വേദവറിയും പറയേണ്ട കാര്യമില്ല. അല്ലാണ്ട് തന്നെ അച്ഛന് മനസ്സിലായി കാണും. സുധാകരൻ മാഷേ അത്രയ്ക്ക് മണ്ടനൊന്നുമല്ല. വിക്രം പറയും വിനായകൻ ചേട്ടൻ അത് സമ്മതിക്കുമെന്നുള്ളതാ. വേദവറിയും അതിനെക്കുറിച്ച് വിക്രം ആലോചിക്കണ്ട. നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു. അത് മതി. വാ ഇനി കഞ്ഞിയായിട്ട് ചെല്ലാൻ വൈകണ്ട എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പോവാ. അങ്ങനെ ആ നടത്തം വിക്രം പതിയെ അവിടെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതാട്ടോ കാണിക്കുന്നത്. മാഷിനുള്ള കഞ്ഞിയായിട്ട് വരും. വിനായകൻ പുറത്തുണ്ട്. ഡാ വിക്രം, കഞ്ഞിയല്ലേ, ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ തുടങ്ങുമ്പോൾ വിക്രം പറയും, എന്തായാലും ഞാൻ ഇവിടം വരെ വന്നതല്ലേ, അച്ഛനെ കണ്ടിട്ട് പോകാം. ഉറങ്ങാടാ, കുറച്ച് കഴിഞ്ഞ് ഉണരുമ്പോൾ ഞാൻ തന്നെ കൊടുത്തോളാം. വിക്രം പറയും, എന്നാൽ ഞാൻ പോയിട്ട് നാളെ വരാം എന്ന് പറഞ്ഞ് കഞ്ഞിയൊക്കെ കൊടുത്ത് വിക്രം അവിടുന്ന് പോവാണ്. വിനായകൻ റൂമിലേക്ക് വന്നിട്ട് നോക്കുമ്പോൾ മാഷ് എണീറ്റിരിക്കുക. അച്ഛൻ ഉണർന്നോ? മാഷ് പറയും, അതിന് ഞാൻ ഉറങ്ങായിരുന്നില്ല. വിനായകൻ പറയും, കണ്ണടച്ച് കിടക്കുന്ന കണ്ടപ്പോൾ ഞാൻ കരുതി അച്ഛൻ ഉറങ്ങാണെന്ന് എന്ന് പറഞ്ഞ് ഡോറടയ്ക്കും. അപ്പോൾ മാഷ് പറയും, ഞാൻ ആലോചിക്കായിരുന്നു. വിനായകൻ ചോദിക്കും, എന്ത്? മാഷ് പറയും, ഇത്രയും വർഷക്കാലത്തെ എന്റെ ജീവിതം. വിനായകൻ ടെൻഷനോട് കൂടെ അടുത്തിരിക്കും. എല്ലാവരും കൂടെ വിക്രത്തെക്കുറിച്ച് ഉണ്ടാക്കി വെച്ചൊരു ഇമേജ് അത് തന്നെ ഞാനും വിശ്വസിച്ചു. ഒരു കാലത്തും അവനത് തിരുത്താൻ നിന്നില്ല. തിരുത്താൻ വേണ്ടി അവൻ ഏറ്റെടുത്ത കുറ്റം സത്യത്തിൽ അവൻ തന്നെയാണോ ചെയ്തതെന്ന് ഞാൻ അന്വേഷിച്ചതുമില്ല. അതാദ്യം ചോദിച്ചത് വേദയാണ്. വിക്രം തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് അവളുടെ ഉറപ്പായിരുന്നു. അവന്റെ അച്ഛനായിട്ട് പോലും അങ്ങനെ ഒരു ഉറപ്പ് എനിക്കുണ്ടായില്ല. ഇന്ന് അമ്പലത്തിൽ വെച്ച് അവനോട് ചോദിക്കാൻ തോന്നിയത് എന്തുകൊണ്ട് മുമ്പ് ചോദിക്കാൻ പറ്റിയില്ല? അങ്ങനെ നോക്കുമ്പോ ഞാനല്ലേ അവനേക്കാളും വലിയ തെറ്റുകാരൻ? വിനായകൻ ടെൻഷനോട് ചോദിക്കും, അച്ഛൻ ചോദിച്ചപ്പോ അവൻ എന്താ പറഞ്ഞത്? അല്ല, മാഷ് നോക്കുമ്പോ വിനായകൻ പറയും, അവനല്ല ചെയ്തതെന്ന് അച്ഛനെ പിടിച്ച് സത്യം ചെയ്തായിരുന്നു. മാഷു പറയും, അവൻ ചെയ്തില്ലെന്ന് മാത്രല്ല വിനായക, അവൻ പറഞ്ഞത് ആരാണത് ചെയ്തതെന്ന് അവനോട് ചോദിക്കരുത്, അതവൻ പറയില്ലാന്ന് കൂടിയാണ്. വിനായകൻ ഓ എന്ന് പറയണ്ട്. അപ്പൊ മാഷു പറയും, പക്ഷെ അതുകൊണ്ട് എനിക്ക് തൃപ്തിപ്പെടാൻ പറ്റില്ലല്ലോ. മാഷു പറയും, അന്നത്തെ ദിവസം പുറത്തുനിന്ന് ആരും നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടില്ല. കോളേജിൽ ആരും അങ്ങനെ ഒരു പാക്കറ്റിന്റെ ബാഗിൽ വെക്കില്ല. ഇത്രയും കാലം അത് വിക്രമാണെന്ന് കരുതി ഞാൻ ജീവിച്ചു. അവനത് ചെയ്തില്ലെന്ന് ഉറപ്പായ സ്ഥിതിക്ക് അതാരാ ചെയ്തതെന്നേ ഇനി എനിക്കറിയേണ്ടതുള്ളൂ. പുറത്തുനിന്ന് ആരും വരാത്ത സ്ഥിതിക്ക് വീട്ടിലുള്ള ഒരാൾ തന്നെയാ. വിനായകൻ ആകെ പേടിക്കും. അത് നീയല്ലാന്നേ എന്നോട് സത്യം ചെയ്തു പറയാൻ നിനക്കിപ്പോഴും അവസരമുണ്ട്. പക്ഷേ നിനക്കങ്ങനെ പറയാൻ പറ്റുമോ വിനായക? വിനായകൻ തല താഴ്ത്തിങ്ങനെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗം കഴിയുന്നത്. പിന്നെ നാളത്തെ പ്രൊമോല് കാണിക്കുന്നത് വിനായകൻ സത്യം പറയുന്നുണ്ട്. മാഷ് വിനായകനെ റൂമിന്ന് പുറത്താക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ആ ഭാഗത്തിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.